വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2017 BJP കേരള ഘടകത്തെ പിടിച്ചുലച്ച ഒരു വലിയ കോഴവിവാദം ഉണ്ടായി. മെഡിക്കൽ കോഴവിവാദം. സംസ്ഥാനത്തെ തിരുവനന്തപുരം, പാലക്കാട്, കോട്ടയം എന്നിവിടങ്ങളിൽ മെഡിക്കൽ കോളേജിനായി BJP നേതാക്കൾ പണം വാങ്ങിയെന്നായിരുന്നു ഉയർന്ന ആരോപണം. നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് വന്ന കോഴവിവാദം അന്വേഷിക്കാൻ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പാർട്ടി കമ്മീഷനെ നിയോഗിച്ചു. KP ശ്രീധരൻ അധ്യക്ഷനും AK നസീർ അംഗവുമായ കമ്മീഷന്റെ അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജിനായി പണം വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. അന്ന് കുമ്മനം രാജശേഖരൻ കാല് പിടിച്ച് വിജിലൻസിന് മുന്നിൽ മൊഴി കൊടുക്കുന്നതിൽ നിന്ന് പണം നൽകിയവരെ പിന്തിരിപ്പിച്ചു. എന്നാൽ അന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കുമ്മനത്തിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം കുളിക്കാൻ പോയ സമയത്ത് ചോർത്തിയ ആളായിരുന്നു ഇന്നത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്. അന്ന് ഈ വിവരം പുറത്തു വരികയും VV രാജേഷിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് MD രമേശിനെ രക്ഷിച്ചു. അന്നു മുതൽ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ സാധിക്കാത്ത MD രമേശ് സുരേഷ് ഗോപിക്കെതിരെയും സുരേന്ദ്രനെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുയായി എന്ന് പറയപ്പെടുന്ന സന്ദീപ് വാചസ്പതിയെ ആയിരുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട VV രാജേഷിനെ പാർട്ടിയിൽ നിന്ന് തിരിച്ചെടുത്ത് തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനാക്കി. പാർട്ടിക്കുള്ളിലെ പടയൊരുക്കം സന്ദീപ് വാചസ്പതിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നും MD രമേശ് നടത്തുന്നത്. ഒരു ഇലക്ഷൻ പരാജയം ഉണ്ടാകുമ്പോൾ അത് പഠിക്കാൻ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ടീമിനെ കേന്ദ്രം രഹസ്യമായി നിയോഗിക്കാറുണ്ട്. പാലക്കാട്ടെ ജനങ്ങൾക്ക് അപ്രിയനായ C കൃഷ്ണകുമാറിന് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ സാധിച്ചെന്ന് വരില്ല. K സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കൃഷ്ണകുമാറിന്റെ ഭാര്യയായ മിനി കൃഷ്ണകുമാറിന്റെ ഡൽഹി ബന്ധങ്ങൾ ഉപയോഗിച്ച് സുരേന്ദ്രന്റെയും ശോഭയുടെയും പേരുകൾ അങ്ങ് വെട്ടിക്കളഞ്ഞു. മെഡിക്കൽ കോഴ കേസ് അന്വേഷിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന AK നസീർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി. MD രമേശിന്റെ മെഡിക്കൽ കോഴ കേസ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സന്ദീപ് വാര്യരെയും പാർട്ടിയിൽ നിന്ന് അകറ്റി. സന്ദീപ് വാര്യരെ ഒന്നിനും കൊള്ളാത്തവനെന്ന് AN രാധാകൃഷ്ണനെ കൊണ്ടും സന്ദീപ് വാചസ്പതിയെ കൊണ്ടും പറയിപ്പിച്ചതിന് പിന്നിൽ MD രമേശാണ്. ഈ വിവരങ്ങൾ സന്ദീപ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ അറിയിച്ചിരുന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറുമായി അടുത്ത വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു വനിതാ കൗൺസിലറെ കൊണ്ട് സന്ദീപിന്റെ വ്യക്തിജീവിതം തകർക്കാൻ ശ്രമിച്ചത് അനീഷും രമേശുമാണെന്ന് സന്ദീപ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് കേരള BJPയിലെ ഈ ഗ്രൂപ്പ് നേതാക്കളെ ഒതുക്കിയില്ല എങ്കിൽ പ്രസ്ഥാനം കേരളത്തിൽ തകർന്നു പോകുമെന്ന് അമിത്ഷായ്ക്ക് കത്ത് നൽകിയിരുന്നു. ഭാവിയിൽ BJPയുടെ നേതൃത്വമാറ്റ സമയത്ത് സന്ദീപ് അമിത്ഷായ്ക്ക് നൽകിയ കത്തുകളും പരിഗണിക്കപ്പെടും. വയനാട്ടിൽ യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു കൗൺസിലറെ മത്സരിപ്പിക്കാൻ നിർത്തിയതിനു പിന്നിൽ MD രമേശ് ആയിരുന്നു. നേരിട്ടൊന്നും പറയാതെ പല നേതാക്കളെയും വെച്ചുകൊണ്ട് പാർട്ടിയിൽ K സുരേന്ദ്രനെതിരെ പടയൊരുക്കത്തിന് തയ്യാറാവുകയാണ് MD രമേശ്. പ്രവർത്തകരുടെ അമർഷം പാലക്കാട് വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. K സുരേന്ദ്രനെ കൊണ്ട് എല്ലാ കുറ്റവും ചെയ്യിപ്പിച്ച V മുരളീധരൻ ഇന്ന് തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും ഒരു ചോദ്യചിഹ്നമാണ്.